ഒത്തിരി വിഷമിച്ചിട്ടുണ്ടാവും, ചെറുപ്പം തൊട്ടേ കുറേ കേട്ടിട്ടുണ്ടാവും, പലരും പറഞ്ഞിട്ടുണ്ടാവും, പല രീതിയിൽ നിങ്ങൾ ഉള്ളിൽ വേദനിക്കുന്നുണ്ടാവും. ഈ ബോഡി ഷേമിങ് ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് ഫസ്റ്റ് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയി പണി നോക്കാൻ പറയാം, അല്ലേ? നോക്കിയിട്ട് കാര്യമില്ല. അവർ പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റേ പട്ടിയുടെ വാല് കുടലിട്ടാലും നിവരില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അത് നന്നാക്കുന്നൊരു കാര്യമില്ല. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒന്ന് നെവർ മൈൻഡ് ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ അവരെ മൈൻഡ് ചെയ്യണ്ട. അവർ പറയുന്നതിന് ഒരു പുല്ല് വില പോലും കൊടുക്കണ്ട. കണ്ടോ, കുറേ പുല്ലുണ്ട് പുറകിൽ, അതിൻ്റെ വില പോലും കൊടുക്കണ്ട. പുല്ലിന് പശുവിനെങ്കിലും വേണം, അല്ലേ? അവർക്ക് പുല്ലിൻ്റെ വില പോലും വേണ്ട. അത്രയ്ക്ക് ലോക്കലായിട്ട് കണ്ടാൽ മതി. നിങ്ങളാരെങ്കിലും ബോഡി ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ദം. അവരാവശ്യമില്ല നമ്മുടെ ലൈഫിൽ. അവർ കാരണം നമ്മുടെ മനസ്സമാധാനം പോകുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഒരു ഉപകാരമില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളിൽ കുറച്ച് കോൺഫിഡൻ്റ് ആവുക. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ബോഡി ഇങ്ങനെയാണ്, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മതി എൻ്റെ കൂടെ എന്ന് വിചാരിക്കുക. അപ്പം തന്നെ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആവും. പിന്നെ നമ്മൾ തന്നെ സ്നേഹിക്കുക. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രത്യേകതകൾ, ഇത് ഞാൻ ഇങ്ങനെയാണ്. പിന്നെ ദൈവത്തിൽ വിശ്വാസമുള്ളവർ എന്ത് ചെയ്യുക? ദൈവം നമുക്ക് തന്നതാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് വിചാരിക്കുക. വിശ്വസിക്കാത്തവരെന്ത് ചെയ്യുക? ഇത് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയി എന്ന് മാത്രം വിചാരിക്കുക. ഓക്കെ.